Yes, 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 yes. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഷാഡ് അടിക്കാന്ന് വെച്ച് കണ്ടതേ ഈ ഷാഡാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഏതാ റീലും ഏതാ ഉപയോഗിക്കണേ, പിന്നെ നമ്മുടെ റോഡ് ഏതാ ഉപയോഗിക്കണേ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് മെയിനായിട്ടെന്ന് വെച്ചാൽ ബിഗിനേഴ്സിനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. കാരണം പലർക്കും ഷാഡും ലൂറും ഇതെല്ലാം എല്ലാവരും എടുത്തു വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഇത്രയും നാളായിട്ട് ചിലപ്പോൾ ഒരു ചെമ്പല്ലിയോ ഒരു അമ്മൂറോ കാളാഞ്ചിയോ ഒന്നും കിട്ടാത്തവർക്ക് വേണ്ടിയുള്ളൊരു ഒരു വീഡിയോ ആണിത്. അപ്പം ഞാൻ ഉപയോഗിക്കണത് ഇത് കണ്ടോ, ഇതാണ് അപ്പോൾ ഈ ഷാഡുണ്ട് ഞാൻ ഉപയോഗിക്കണം. അപ്പോൾ ഇത് ഏത് ഷാഡാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി ഏതാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം കുറേ നാൾ മുന്നേ വാങ്ങിച്ചൊരു ഇതാണ്. പിന്നെ ലീഡർ ലൈൻ ഞാനൊരു 70 LVയുടെ സാധാ ടങ്കീസ് തന്നെയുണ്ട് ഞാൻ ഉപയോഗിച്ചേക്കണേ. ഇത് ചെറിയൊരു ഷാഡാണ്, 5 ഗ്രാമിൻ്റെ ജിഗ് ഡൂക്കാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചേക്കണത്. ഇത് മസ്റ്റാർഡിൻ്റെ ഹുക്ക് തന്നെയാണ്. ഇത് ഞാൻ ലുലുന്നാണ് ഞാനിത് വാങ്ങിച്ചേക്കണേ കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിച്ചേക്കണ റീല് നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് തന്നെ ലൂക്കാനയുടെ പ്രിഡേറ്ററാണ്. പിന്നെ സീവാക്ക് XT ആണ് നമ്മൾ റോഡ് ഉപയോഗിച്ചേക്കുന്നത്, സീറോക്കിൻ്റെ സീവാക്ക് XT. അതുപോലെ തന്നെ ഞാനും ബ്രൈഡ് ഉപയോഗിച്ചത് മെഗാപേ 0.18 35 LB ആണ് ഞാൻ ഉപയോഗിച്ചേക്കണത് കേട്ടോ, ബ്രൈഡ് ഉപയോഗിച്ചേക്കണത്. അപ്പോൾ നമുക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇച്ചിരി സൈലൻ്റാണ്. ഏറ്റവും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും മീനടിക്കും, അതിനകത്ത് സംശയമില്ല. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ബിഗിനേഴ്സിനാണ് കേട്ടോ. അത് എല്ലാവരും ഇതുപോലെ തന്നെ ഷാഡ്, ഷ്രിമ്പ്, ലൂറുകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇത് എന്താ പറ്റണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാവരുടെയും ഉണ്ട്. എന്നാൽ ഒരു 100 രൂപയുടെ ചെമ്മീൻ മേടിച്ചിട്ടാണ് എല്ലാവരും ചൂണ്ടിടാൻ പറ്റുക. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉടക്കി പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടി പോകാതിരിക്കാനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊന്ന് കാസ്റ്റ് ചെയ്യാണ്, കാസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് താഴേക്ക് എത്തുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ശരിക്കും ഈ കല്ലിൽ ടച്ച് ചെയ്ത് വലിച്ചാൽ മാത്രമാണ് നമുക്ക് ചെമ്പല്ലി, ഹമൂറ്, കാളാഞ്ചി കടിക്കുള്ളൂ. ഇതൊന്ന് ഉടക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും വലിച്ച് ടൈറ്റ് ചെയ്യരുത്. 1-2 പ്രാവശ്യം റോഡുമേൽ ടച്ച് ചെയ്ത് നോക്കുക. അത് പോകുന്നില്ലെങ്കിൽ ബ്രൈഡ് പതുക്കൊന്ന് ഇതുപോലെ വലിച്ചൊന്ന് പതുക്കൊന്ന് പിടിച്ചിട്ടുണ്ടല്ലോ, ഒന്ന് പതുക്കെ ഇതുപോലെ പിടിച്ചിട്ട് 2 പ്രാവശ്യം ഒന്ന് ഇങ്ങനെ പൊക്കി വിടുക. അങ്ങനെ പൊക്കി 1-2 പ്രാവശ്യം വിടണം. അത് ഇപ്പം നമുക്ക് 2 പ്രാവശ്യത്തിനുള്ളിൽ നമുക്കത് പെട്ടെന്ന് വിട്ടു പോകുന്നു. ചിലപ്പോൾ ഒരു 10 പ്രാവശ്യം, 15 പ്രാവശ്യം, 25 പ്രാവശ്യം, ചിലപ്പോൾ 50 പ്രാവശ്യം കാണിക്കേണ്ടി വരും. അത് പോരണ വരെ അങ്ങനെ ഒന്ന് പൊക്കിയിട്ട് കഴിഞ്ഞാൽ അത് പോരും. ഒന്നുകിൽ കല്ലിൻ്റെ ഇടയിൽ പോയതോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഈ മുരിങ്ങയൊക്കെ കുളത്തി പിടിക്കുന്നതായിരിക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് വിട്ടു പോരണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഓരോ കല്ലിലും ടച്ച് ചെയ്ത് വലിച്ചാൽ മാത്രമാണ് നമുക്ക് ചെമ്പല്ലി, ഹമൂറൊക്കെ അടിക്കുള്ളൂ. അതിനകത്ത് ഒരു സംശയമില്ല. ഉടക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും വലിച്ച് ടൈറ്റ് ചെയ്യരുത്. ഉടക്കിന്ന് കണ്ട അവിടെ നിർത്തിയതിന് ശേഷം പതുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കുക, റോഡുമെന്ന് പതുക്കൊന്ന് മുട്ടി നോക്കുക. എന്നിട്ടും പോരില്ലെങ്കിൽ മാത്രം മറ്റോണം നമ്മൾ റൈഡ് എടുത്ത് പിടിച്ച് ഇങ്ങനെ പൊക്കി വിടുക. അത് വരെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ ഇച്ചിരി ടൈം എടുക്കും. അങ്ങനെ കല്ലിൽ ടച്ച് ചെയ്ത് വലിച്ചാൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതായത് 1 കൊല്ലമല്ല, 2 കൊല്ലം, 3 കൊല്ലം കൊണ്ട് നമ്മൾ ഷാഡ്, ഷ്രിമ്പൊക്കെ കൊണ്ടുവന്നിട്ടാലും നമുക്ക് മീൻ കിട്ടൂല. നമുക്ക് പെട്ടെന്ന് മീൻ കിട്ടണമെങ്കിൽ ഇത് ഉടക്കും എന്നുള്ള വിചാരിച്ച് തന്നെ നമ്മൾ ഉടക്കിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ വേണം ചെയ്യാനായിട്ട്. എന്തായാലും ഉടക്കി അങ്ങനെ ഈ കല്ലിൻ്റെ ഉള്ളിലായിരിക്കും മീൻ ഇരിക്കണത്. അതിങ്ങനെ മുട്ടി ഇങ്ങനെ പതുക്കെ ഓരോ കല്ലിൽ ടച്ച് ചെയ്ത് വലിക്കാണ്ട് നമുക്ക് മീൻ കിട്ടില്ല. എല്ലാവർക്കും പറ്റണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വന്ന് ഒരു ഷാഡ് എടുത്ത് അങ്ങോട്ട് ഇടും. അത് കഴിഞ്ഞിട്ട് അത് ഉടക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, വലിച്ച് ടൈറ്റ് ചെയ്യും. പിന്നെ അങ്ങോട്ട് വലിക്കും, ചെരിച്ച് വലിക്കും, ഇങ്ങോട്ട് വലിക്കും. ആ സാധനം പിടിച്ച് വലിച്ച് പൊട്ടിക്കും. ഡ്രാഗ് ഫുൾ ടൈറ്റ് ഇട്ട് വീണ്ടും ഒന്ന് വലിച്ചു വെക്കും. റീലും കംപ്ലൈൻ്റ് ആവും. മറ്റേ ബ്രൈഡുമ്പോൾ കുറേ സ്ക്രാച്ച് വീഴും. അവസാനം പിടിച്ച് വലിച്ച് പൊട്ടിച്ച് കളയേണ്ടി വരും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, ഇതൊക്കെ എടുത്ത് വയ്ക്കും. നേരെ ചെമ്മീനെടുക്കും, ചൂണ്ടിടും. ഇതാണ് സംഭവം. എന്നിട്ട് ചെറിയ എന്തെങ്കിലും കൂരിയോ അല്ലെങ്കിൽ വല്ലിക്കോരോ കുട്ടങ്കോരോ പിടിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന വരെ ഒരു ഇത് കിട്ടിയുള്ള ചെമ്പല്ലി കിട്ടിയുള്ള, അമൂറ് കിട്ടിയുള്ള, കളാഞ്ചി കിട്ടിയുള്ള എന്ന് പറയും. ഇത് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.
ലൂ ഈ ലൂറും അതുപോലെ തന്നെ ഷാഡും ഷ്രിമ്പും ഉള്ളവരാണ് ഏറ്റവും അടിയിൽ ടച്ച് ചെയ്ത് വലിക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. ഇനി ആയാലും അത് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ചെമ്പല്ലി പിടിക്കാൻ പോയാലേ ചെമ്പല്ലി കിട്ടുള്ളൂ, അമ്മൂറ് പിടിക്കാൻ പോയാലേ അമ്മൂറ് കിട്ടുള്ളൂ. അപ്പോൾ കാളാഞ്ചി ആയാലും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുക, പല പ്രാവശ്യം ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ നേരെ എറിയാൻ കാരണം വെച്ചാൽ 10-20 മീറ്ററോടത്തോളം കല്ല് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കല്ലിൽ ടച്ച് ചെയ്താണ് ഞാൻ വലിച്ചത്. അങ്ങനെ നേരെ കല്ലില്ലെങ്കിൽ, കല്ല് കുറവാണെന്നുണ്ടെങ്കിൽ സൈഡിലേക്ക് നമ്മൾ റൈറ്റ് ലെഫ്റ്റിലൊക്കെ ഒന്ന് ചെരിച്ച് കാസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഈ കല്ലിൻ്റെ ഭാഗത്ത് നമ്മളെത്ര ദൂരേക്ക് എറിഞ്ഞാലും, ഒരുപാട് ദൂരം ഒന്നും എറിയേണ്ട ആവശ്യമില്ല. എത്ര ദൂരേക്ക് എറിഞ്ഞാൽ പോലും ഈ തൊട്ടടുത്തുനിന്നായിരിക്കും മീനടിക്കുക. അതാണ് നമുക്ക് കൂടുതൽ അനുഭവം ഉണ്ടായിട്ട്, തൊട്ടടുത്ത് വരുമ്പോഴാണ് അടിക്കാറ്. അപ്പോൾ ഒരുപാട് ദൂരം ഒന്നും എറിയേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഒരല്പം ഇങ്ങനെ ഒരു 15-20 മീറ്റർ പോകാവുന്ന ദൂരത്തിലിടാവുന്ന കാര്യമുള്ളൂ. ഇതിപ്പോൾ നിസ്സാരം, ഇത് 5 ഗ്രാമിൻ്റെയാണ് ഈ ജിഗ്. ഇതൊക്കെ നിസ്സാര ദൂരം പോകണുള്ളൂ. ഞാനിങ്ങനെ ഇത് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ഇവിടേക്ക് ഞാൻ നേരെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കല്ലിച്ചിരി നീണ്ടത്തിൽ കിടക്കുന്നുണ്ട്. ഒരു 10-15-20 മീറ്ററോടത്തോളം കല്ല് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരെ അറിയണത്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഓരോ പ്രാവശ്യം എറിഞ്ഞ് റിട്രൈവ് ചെയ്യുമ്പോഴും നമ്മളൊരു 5 കിലോൻ്റെ ഒരു മീൻ അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ചിട്ട് വേണം നമ്മൾ. അടിച്ചു. ഓ സൂപ്പർ, അടിപൊളി. കണ്ട, ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ടച്ച് ചെയ്ത് അടിപൊളി. നമ്മളൊരു ചെമ്പല്ലീനെ പ്രതീക്ഷ, പക്ഷേ കാളാഞ്ചി ചെറിയ കാളാഞ്ചിയുടെ കുഞ്ഞാണ് കേട്ടോ, ഒരുപാട് വലുതുമല്ല. ചെറിയ കാളാഞ്ചി അടിക്കണതേ കണ്ട. ഞാൻ പറയില്ല, അതങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് മീൻ കിട്ടും, ഒരു സംശയമില്ല. നമ്മളിത് ഒരു 2 ആഴ്ച നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നമുക്ക് മീൻ കിട്ടും. ഇതിപ്പോൾ ചെറിയൊരു കാളാഞ്ചിയാണ്. ഞാൻ ഒരുപാട് ഡ്രാഗൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഞാൻ ചെമ്പല്ലി അമ്മൂറ് പിടിക്കാൻ നേരത്ത് അധികം ഡ്രാഗ് ഇടാറില്ല. ഒരു ചെറിയ രീതിയിലാണ് ഡ്രാഗ് ഇടാറുള്ളത്. കാരണം അതടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കല്ലിൻ്റെ ഉള്ളിൽ ഊരിപ്പോയി, വിട്ടുപോയി. എൻ്റെ അമ്മൂ, ആ ഹുക്കിൽ നിന്ന് ഊരിപ്പോന്നു. ഭാഗ്യം ആ കല്ലിൻ്റെ ഗ്യാപ്പിലേക്ക് കയറ്റിയത്. ഈ വെള്ളം വന്നെങ്കിൽ ആ സാധനം നമ്മൾ ചാടി പിടിച്ചില്ലെങ്കിൽ ആ സാധനം പോയേനെ. ആ ഹുക്ക് ഊരിപ്പോന്നു അതിമേന്ന്. പക്ഷെ എൻ്റെ പൊന്നെ, ഭാഗ്യമുണ്ട് കേട്ടോ. ചെറിയൊരു കാളാഞ്ചിയാണ്. വെള്ളം ഭാഗ്യമുണ്ട്. എന്തായാലും നമ്മൾ മിസ്സായില്ല, നമ്മൾ ചാടി കയറി പിടിച്ചു. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ, എപ്പോഴും ഞാൻ ആ ലിപ് ഗ്രിപ്പർ ഞാനെടുത്ത് പോക്കറ്റിലിടാൻ മറന്നു. സാധാരണ ഞാൻ എപ്പോഴും അത് പോക്കറ്റിലിടുന്നത്. നമ്മൾ ഷാഡ് ലൂറൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ലിപ് ഗ്രിപ്പർ നമ്മളെപ്പോഴും കയ്യിലുണ്ടാവണം കേട്ടോ. അപ്പം മീൻ എപ്പോഴും കിട്ടിയാലും നമ്മൾ ആ തിരമാലയുടെ അനുസരിച്ച് മീനെ ആ കല്ലിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പോയി ലിപ് ഗ്രിപ്പർ വെച്ചിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതെ, തീരെ ചെറുതാണ് കാളാഞ്ചി, തീരെ കുഞ്ഞാണ്. എന്നാലും കുഴപ്പമില്ലാതെ നമ്മൾ എടുക്കുകയാണ്, ഇതിനെ വിടണമൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ, കാളാഞ്ചിക്ക് ഏറ്റവും അടിയിൽ ടച്ച് ചെയ്ത് അത്ര ഡീപ്പായിട്ട് ടച്ച് ചെയ്ത് വലിക്കണമെന്നില്ല. ഒരു മിഡ് വാട്ടറിൽ നമ്മൾ വലിച്ചാലും നമുക്ക് കാളാഞ്ചി കിട്ടും. ഞാൻ പ്രതീക്ഷിച്ചത് ചെമ്പല്ലി ഹമൂർ അങ്ങനെയുള്ള ഒരു ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും നമുക്ക്, കാരണം ഞാൻ പറഞ്ഞില്ലേ 10-20 മീറ്ററോടത്തോളം കല്ലിങ്ങനെ അങ്ങോട്ട് വീണ് കിടപ്പുണ്ട്. അപ്പം നമ്മുടെ ഷാഡ് ഒരുപാട് താഴേക്ക് പോകുന്നില്ല. കല്ലിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് വലിക്കുമ്പോൾ ആ കല്ല് മുകളിൽ കിടക്കണതുകൊണ്ടാണ് എനിക്ക് ഇത് കാളാഞ്ചി ചാടി കയറി അത് മടിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നഷ്ടമൊന്നുമില്ല, സംഭവം കിട്ടിയില്ല. അപ്പം എനിക്ക് ഒരു ഭയങ്കര. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്തു നോക്കാം, ഉറപ്പായിട്ടും നിങ്ങൾക്കും മീൻ കിട്ടും. അടികൂടെ കല്ലിൽ ടച്ച് ചെയ്ത് വലിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മീൻ കിട്ടും. പിന്നെ കാളാഞ്ചിനെ പിടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഓടി വന്ന് നമ്മൾ ലിപ് ഗ്രിപ്പർ ഇല്ലാത്തപ്പോൾ ഈ ചകളയിൽ നമ്മൾ ഓടി വന്ന് കൈയിടും. ഈ കൈയിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ചകളയുടെ തൊട്ട് മുകളിൽ ചകള പോലെ തന്നെ വേറൊരു സംഭവമുണ്ട്. ആ സാധനം ഭയങ്കര വാള് പോലെ മൂർച്ചയുള്ള ഒരു ഇതാണ് കേട്ടോ. അത് കണ്ട, ശരിക്കും വാള് പോലെ ഭയങ്കര സ്ട്രോങ് ആണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈ അങ്ങ് പൂളി പോകും, അതേപോലെ സ്ട്രോങ്. കണ്ട, നമ്മൾ അറിയാണ്ട് പെട്ടെന്ന് പിടിച്ചു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇത് നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗം കണ്ട, അതിനകത്ത് ചെറിയൊരു മുള്ളു പോലെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട്. അതും ഭയങ്കര ഡേഞ്ചറാണ്, കൈമേക്ക് കുത്തിയാണ്ട് കയറും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഷാഡും ഷ്രിമ്പൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പോൾ ശരിക്കും ഒന്ന്
കല്ലിൽ ടച്ച് ചെയ്ത് വലിക്കാതെ നമുക്ക് മീൻ കിട്ടില്ല. അപ്പോൾ ടച്ച് ചെയ്ത് വലിക്കുക, ഉടക്കിക്കോട്ടെ, ഉടക്കുമ്പോൾ അപ്പം തന്നെ അവിടെ നിർത്തുക, വലിച്ച് ടൈറ്റ് ചെയ്യാണ്ടിരിക്കുക. എന്നിട്ട് പതുക്കെ തട്ടി നോക്കുക, തട്ടി കൊണ്ട് പോന്നോളും. അപ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പോൾ ബിഗിനേഴ്സ് വേറൊരു കാര്യം ചെയ്യുക, നമുക്ക് ഷ്രിമ്പ് മേടിക്കുക. ഷ്രിമ്പിനകത്ത് നമുക്ക് ബോഡിയോട് ചേർന്നിരിക്കുന്ന ഹുക്കുള്ള ഷ്രിമ്പ് കിട്ടും. അതാകുമ്പോൾ ഒരുപാട് ഹുക്കൊന്നും ഈ ഇതിനകത്ത് കയറി ഉടക്കുന്നില്ല, ഈ നമ്മുടെ മുരിങ്ങയിലൊന്നും കയറി ഉടക്കില്ല. അപ്പോൾ അത് വലിച്ചൊരു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഷാഡും നമുക്കതുപോലെ ഈസി ആയിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഹുക്കുള്ള ഷാഡായാലും നമുക്ക് ഈസി ആയിട്ട് അതുപോലെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് മീൻ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.